ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വളാഞ്ചേരിക്കൊന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അധികം ഞങ്ങൾ പുറത്തിറങ്ങൽ രാത്രിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അപ്പോൾ അതാ ഞങ്ങൾ റോഡ് സൈഡിൽ ഇറക്കി വിട്ടിട്ട് അവർ വേറെ വഴിക്ക് പോയിട്ടാണ്. എല്ലാവരും ഒരു വഴിക്ക് പോയെന്ന് എടുക്കൽ തീരലുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കയറിയപ്പോൾ മക്കളാണെങ്കിൽ അടങ്ങിയിരിക്കണില്ല കേട്ടോ. കുരുത്തക്കേടിൻ്റെ അങ്ങേ തലയിട്ടോ ഈ രണ്ടെണ്ണം എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും അവിടുന്ന് പോരുമ്പോഴേക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി യാരമാളുടെ മുന്നിൽ റഫിനെയും കാത്ത് നിൽക്കട്ടെ. കായില്ലാത്ത ഇറച്ചിക്ക് വന്നിക്കണ പോലെ എല്ലാവരും ഇവിടെ വരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റഫി വന്നു. ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയ വയറ് കാലിയാക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോണ സ്വഭാവമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് കാരണം നമ്മൾ കാമ്പുറത്തുള്ള എമ്മയിലൊന്ന് കയറി. അങ്ങനെ മക്കളെ രണ്ടാളെയും ഒരു സൈഡിലേക്ക് പിടിച്ചിരുത്തിയിട്ടാ. അപ്പോൾ എൽസിന് വായൽ വിരലിടരുത് പറഞ്ഞാൽ പിന്നെ മക്കൾ അതന്നെയല്ലേ ചെയ്യുക. ഒരു കാര്യം ചെയ്യരുത് പറഞ്ഞാൽ പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ എസൊക്കെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. 12 മണിയായാലും രണ്ടാളെ കണ്ണിലൊരു ഉറക്കത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ചെയ്യുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റിച്ച് പിന്നെ സപ്ലയറായിട്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പുണ്ടോയെന്നറിയില്ല, എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ നേരെ മുകളിലാട്ടോ നമ്മളെ ഷൂവിൻ്റെ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടോ. അപ്പം മുതലാളിയാണെങ്കിൽ അവിടെ കസാരയിലൊക്കെ കയറി ഇരുന്നിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് അവിടെ ഇരുന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് നോക്കുമ്പോൾ ഫിദ അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വലിയ മെയിനാവൽ കേട്ടോ. എന്താ നമ്മളെ മെയിനാവൽ എന്നറിയോ? എവിടെ പോയാലും ഈ മെയിനാവലിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്ക് കണ്ണടക്കണം എന്നൊരു പൂതിട്ടോ. അപ്പോൾ കണ്ണടക്കെ വെച്ചിട്ട് രാത്രി 12 മണിക്ക് 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാട്ടോ ഓൻ അവിടെ നിൽക്കുക. അങ്ങനെ ആദ്യം ഇട്ട കണ്ണടക്ക് ചൊർക്ക് പോരാനിട്ടോ ഓൻ രണ്ടാമത് വേറെ കണ്ണട മാറ്റി ഇടിയിപ്പിച്ചുട്ടാ. ഓനക്കൊക്കെ ഇന്ന് പെരുന്നാൾ മാസം കണ്ട പോലെയെന്ന് ഓൻ്റെ ഒക്കെ പൊലിവ്. അവിടെ ഓടലും ചാടലൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലുണ്ട് തള്ളിയും മോളും കൂടി അവിടെ നിന്ന് ഡാൻസ് കളിക്കണേ. എന്തായാലും ഇബലക്കൊരു കഥ. ഇനിയും കൂടുതൽ നേരം അവിടെ നിന്ന് റിയാസാക്കാൻ ഞങ്ങളെ ചോട്ടി പുറത്തിടണേൻ്റെ മുന്നേ ഞങ്ങളായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അത്രക്ക് നല്ല സ്വഭാവമായിരുന്നു ഞങ്ങളുടെ മക്കളുടേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.